ഇവിടെ ഒരാൾ നിപ്പുണ്ട്. ഈ ഫാമിൽ വന്നപ്പോഴത്തേക്കും 2 കഴുതക്കുട്ടികളുണ്ട്. ഭയങ്കര രസമായിട്ട് കാണാൻ. എല്ലാവരും വന്നിട്ട് ഇവരെ പരിചയപ്പെടുകയാണ്. പാറും തെന്നൽ എന്നാണ് പേര്. ഒരെണ്ണത്തിന് കുതിരേനെ പോലെ ഉണ്ട്, ഒരെണ്ണത്തിന് ശരിക്കും കഴുതേനെ പോലെ. അങ്ങനെ നമ്മൾ ഈ റിസോർട്ട് ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഫാമിലേക്ക് പോവുകയാണ് കേട്ടോ. ഫാമിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച എന്തൊക്കെയാണെന്ന് കണ്ടാലോ. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലാണ്. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 2 days നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വരുവാണെങ്കിൽ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. നെക്സ്റ്റ് ഡേ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എല്ലാം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ്, പൂൾ വൈബ്, ഇതൊരു ഫാം വൈബ്, അങ്ങനെ എല്ലാം ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടിപൊളി വൈബായിരിക്കും. നല്ല രസമാണ് കാണാൻ. കുറച്ച് വെയിലുണ്ട്, പക്ഷേ അങ്ങനെ ചൂടൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്ട് എന്ത് ക്യൂട്ടായിട്ടുള്ള റോസാണല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത് പിടിക്കത്തില്ല. ഈ ഒരു ക്ലൈമറ്റിൽ മാത്രമേ ഇത് നല്ല ലുക്കല്ലേ. എൻ്റെ ഫേസിൻ്റെ അത്രയും ഉണ്ട് ഒരു റോസ്. ഈ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഫാമിൽ ഈ പശുവിനെ കണ്ടോ, ഇതിൻ്റെ മിൽക്കിൽ നിന്നാണ് നമുക്ക് ടീ കാര്യങ്ങളൊക്കെ കോഫിയൊക്കെ ചെയ്ത് തരുന്നത്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ എഗ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഓംലെറ്റിനും ബുൾസൈക്കൊക്കെ ഇവിടുത്തെ തന്നെ എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈക്കൊക്കെ ഇവിടുത്തെ തന്നെ ചിക്കനാണ്. ഇവിടുത്തെ ഫാമിലെ എല്ലാ ഐറ്റംസും ഇവർ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുയലുകളാണ് കേട്ടോ, റാബിറ്റ്സ്. നിങ്ങൾക്ക് മുയലിറച്ചി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കുക്ക് ചെയ്ത് തരും കേട്ടോ. കളല്ലേ, നല്ല ക്യൂട്ട് മുയലുകളാണ്. ഇതാണ് കോഴിക്കാർപ്പിൻ്റെ ഒരു പോണ്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ കിടക്കുന്നതാണ് ഗിനിപ്പിഗ്. കാണാൻ പറ്റുന്നുണ്ടോ? അവരൊരു സൈഡിൽ അവരെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരാളുണ്ട് ഇവിടെ, അതിനെ കാണാം. ഇവിടെ ഒരു സാധനമുണ്ട്, എമു. നമ്മളെ കൊത്തുവോന്ന് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ എമു. അപ്പു അമ്മു എന്നാണ് പേര്. അയ്യോ ചേട്ടൻ വേണ്ട, അമ്മൂന് ഒരു നോട്ടം ഉണ്ട് കേട്ടോ. കളറും കളർഫുൾ കണ്ടിട്ട് അമ്മ നോക്കുവാണ്. മൈക്കിലും കമ്മലിലും വാച്ചിലൊക്കെ. ചേട്ടാ എനിക്ക് പോണം, ചേട്ടനെ കൊത്തി. ചേച്ചിയാണോ നോക്കുന്നേ? ചേച്ചി നല്ല അറിയാല്ലേ. ബാ വീടല്ലേ. അപ്പു അമ്മ കൂടി വന്ന് ചേച്ചി ഇവിടെ എടുത്തോ, വീടെടുത്തോ, എടുത്തോ. അപ്പു കൊത്തുവാ, ഫോൺ മാറ്റിക്കോട്ടാ. ഇതാരാ? അമ്മു. അമ്മു നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്, അപ്പുവും വരുന്നുണ്ട്. എനിക്ക് പേടി, എനിക്ക് കൊത്തരുതേ. കൊത്താതിരിക്കാൻ വേണ്ടി ചേച്ചി പിടിച്ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും നിങ്ങൾക്ക് ഇതുപോലെ വന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല വൈബാണ്. പക്ഷെ കളർഫുൾ ആയിട്ടുള്ള സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കും അല്ലേ. ചേച്ചിയുടെ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ അകത്ത് കയറാവുള്ളൂ അല്ലേ. അതുമാത്രമല്ല ഇവിടെ ടർക്കി കോഴികളുണ്ട്. മുട്ട വേണ്ടവർക്ക് മുട്ടയുണ്ട്. ഒരുപാട് കോഴികളുണ്ട്. ഇതിൻ്റെയൊക്കെ മുട്ടയാണോ നമുക്ക് രാവിലെ ബുൾസ് ചെയ്ത് തന്നത്? മേളിൽ കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയാ മുട്ടയ്ക്കൊക്കെ റേറ്റ് വരുന്നത്? എങ്ങനെ ഗിനിക്കോഴി? 10 രൂപ, 50 രൂപ ഉണ്ട്. പ്രോട്ടീനൊക്കെ ഉള്ള ഈ പ്രോട്ടീൻ ആയതുകൊണ്ട് നമുക്ക് 2-3 മുട്ട മേടിക്കാം അല്ലേ. നമുക്കിനി കട്ടപ്പേനയും പപ്പീനെയും കാണാം. കട്ടപ്പയാണ് ബ്ലാക്ക്, ഇത് പപ്പി. ഇവരെയും കൂടി കണ്ടു കഴിഞ്ഞു. നമ്മൾ ഫാമിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ബ്രോയിലർ കോഴിയാണ് കേട്ടോ.
നമുക്ക് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കി തരുന്നത്. ദേ ഇവിടെ ഒരു പന്നിക്കുട്ടൻ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെയൊന്നും അറിയത്തില്ല. കുറേ വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ നമ്മൾ കണ്ടു. ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഈ ഫാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡിലുള്ളതേ. ചേച്ചി ഇതിൻ്റെ പേരെന്തോ? നല്ല രസമുണ്ടല്ലോ ഈ പൂക്കളൊക്കെ കാണാൻ. എനിക്ക് ഇതിൻ്റെ ഒരു തയ്യോ എന്തെങ്കിലും തരും. നമ്മൾ ആലപ്പുഴ ആലുവയിലൊക്കെ കൊണ്ട് നട്ടാൽ പിടിക്കും. ദേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളറാണ് പർപ്പിൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ തൈ വരെ ചേച്ചി തന്നു. അപ്പം ഇത് നമ്മൾ നട്ടിട്ട് പിടിക്കുവാണെങ്കിൽ ഞാൻ ഇനി ഗ്രീൻ ബർഗിൽ വരെ പറയാട്ടോ. പേരെന്താ? ബിന്ദു. ബിന്ദു ചേച്ചിയാണ് നമുക്ക് ഈ തൈ തന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് തൈ ഒന്നും ചോദിക്കാൻ നിൽക്കരുത്, ഇവിടെ തൈ ഇല്ലല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീൻബർഗ് ഫാമിലെ വിശേഷങ്ങളൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യും. ഈ ഒരു വലിയ കൂട്ടിൽ നിറയും. ഇത് കോണിയൂർ ഇതാണ് കേട്ടോ, ഗ്രീൻ കോണിയൂറൊക്കെയാണ് കുറച്ച് മേളിലിരിക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവാണ് കേട്ടോ. ആ കൂട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. വേറൊരു ചേച്ചിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ചെല്ലമ്മ. ചെല്ലമ്മ ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ അല്ലേ. നമ്മൾ പ്രത്യേകം നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ പറ. ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേയിലയൊക്കെ വാങ്ങിക്കാം അല്ലേ. നമ്മൾ തേയില, നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേൻ നെല്ലിക്ക. ബൈ, ഇറ്റ്സ് മീ റസി പർപ്പിൾ.